കുട്ടിയായിരുന്ന അനീഷ്യ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അനീഷ്യയുടെ ആത്മഹത്യ നമ്മുടെ ഭരണഘടനാ അവകാശങ്ങൾ ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവവേദ്യമാക്കേണ്ട കോടതികൾ എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന സന്ദേഹം പൊതുസമൂഹത്തിന് അറിയിച്ചുകൊണ്ടാണ് അനീഷ്യ ആത്മഹത്യ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അവരുടെ ശബ്ദ സന്ദേശങ്ങളിൽ അത് വ്യക്തമാണ്. എന്നാൽ ആ മരണം സംബന്ധിച്ച് എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് അവര് അനീഷ്യ മരണത്തിലൂടെ എന്താണോ വിളിച്ചു പറഞ്ഞത് അതിനേക്കാൾ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായാണ് എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അതിൽ കുറ്റാരോപിതനായിട്ടുള്ള, അതായത് പോലീസ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിട്ടുള്ള ആളെ അതേ റാങ്കിലുള്ള അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറെയാണ് എൻക്വയറിക്ക് നിയോഗിച്ചത്. അത് തന്നെ എല്ലാ അന്വേഷണ നടപടികളുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തെ ആ ലേഡിയെ എൻക്വയറി ഓഫീസറായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് ആ എൻക്വയറി റിപ്പോർട്ട്, ഒരു അന്വേഷണ റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യുകയും ആ എൻക്വയറി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടുകയും ചെയ്യാം. നമ്മൾ ജസ്റ്റിസ് ഫോർ അനീഷ്യ ഐക്യദാർഢ്യ സമിതി ആ എൻക്വയറി റിപ്പോർട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതുപോലെ തന്നെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്ത സമയത്ത് പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് മുഴുവനായി, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുതൽ എൻക്വയറി ഓഫീസറായിട്ടുള്ള DDP വരെയുള്ള ആളുകൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാണ് അത്തരത്തിലൊരു എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ടുള്ളതും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതും. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് കുറ്റാരോപിതർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതും. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തന്നിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള എൻക്വയറി നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള എൻക്വയറി വരുമ്പോൾ ആ എൻക്വയറി സംബന്ധിച്ച് ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാവണം. ഏതൊക്കെ രീതിയിൽ എൻക്വയറി നടത്തണമെന്ന് നിർദ്ദേശിക്കപ്പെടും, രേഖാമൂലം നിർദ്ദേശിക്കപ്പെടും. ആ എൻക്വയറി അതിനനുസരിച്ചിട്ട് ആരെയൊക്കെ മൊഴിയെടുക്കണം എന്നതിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാവും. ഈ കേസിൽ അതൊന്നുമില്ലാതെ എൻക്വയറി ഓഫീസറായിട്ടുള്ള ആൾക്ക് അവരുടെ മനോനില അനുസരിച്ചിട്ട്, ഹിതമനുസരിച്ചിട്ട് താല്പര്യമുള്ള ആളുകളുടെ മാത്രം മൊഴിയെടുക്കുകയും അനീഷയെ ഈ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും കൂട്ടം ചേർന്ന് പീഡിപ്പിച്ചതായിട്ട് നേരിട്ട് അനുഭവമുള്ള, ഉദാഹരണത്തിന് DDP അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നിട്ടുള്ള പ്രേംനാഥ്, അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ DDP ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ അനീഷയെ ഔദ്യോഗികമായി പീഡിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നേരിട്ടറിയുന്ന അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടും, മൊഴി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ മൊഴി സ്വീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അങ്ങനെ എല്ലാ രീതിയിലും ഈ എൻക്വയറി ഒരു പ്രഹസനമാക്കിക്കൊണ്ട് കുറ്റാരോപിതരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ജാമ്യം കിട്ടുന്നതിനും അതുവഴി ഈ കേസ് ദുർബലപ്പെടുത്തുന്നതിനുമുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ പ്രസ് റിലീസിൽ തന്നിട്ടുണ്ട്. ഇത്രയാണെന്നിൽ ആമുഖമായിട്ട് പറയാനുള്ളത്. പ്രസ് മീറ്റിൽ ഇവിടെ പങ്കെടുക്കുന്നത് ഞാൻ ഉഷ, ഐക്യദാർഢ്യ സമിതി ജസ്റ്റിസ് ഫോർ അനീഷ്യ ഐക്യദാർഢ്യ സമിതി കൺവീനറാണ്. KV ഷാജി വേറൊരു കൺവീനറാണ്. ശരത്ചന്ദ്രൻ സാറ് നമ്മുടെ വളരെ ഈ കാര്യത്തിൽ മുന്നണി പ്രവർത്തകനാണ്. മാത്രമല്ല വിവരാവകാശ പ്രകാരം ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ രേഖകളും ശേഖരിച്ചിട്ടുള്ള സാറാണ്. മിനി നമ്മുടെ ഈ ജസ്റ്റിസ് ഫോർ അനീഷ്യ കൂട്ടായ്മയിൽ ആദ്യം മുതലെയുള്ള മുൻനിര പ്രവർത്തകയാണ്. ഈ ഇപ്പൊ ഷാജി പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് നൽകാൻ നമുക്ക് കഴിയും. സർക്കാരിന് ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ കാര്യമായ ഒരു നടപടിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഇന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പരാതിക്കാരനായിട്ടുള്ള എന്റെ മൊഴി എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അത് സത്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ഒരു പരാതിയല്ല അത്. കാരണം കൃത്രിമമായി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യുകയും ആ എൻക്വയറി റിപ്പോർട്ട് അനുസരിച്ചിട്ട് ജാമ്യം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു സംഭവം ക്രൈംബ്രാഞ്ച് എൻക്വയറി നടത്തേണ്ടതല്ല. അപ്പൊ ആ എൻക്വയറി നടത്തിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ആലോചിക്കുകയാണ്. വെക്കേഷൻ കഴിഞ്ഞ് ഹൈക്കോടതി തുറക്കുന്ന മുറയ്ക്ക് തന്നെ അത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ കുടുംബം ഈ എൻക്വയറി നമുക്കറിയാം, ആദ്യം മുതലേ എൻക്വയറി പോലീസും പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ഗൂഢാലോചന നടത്തി ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ ആദ്യം മുതലേ നടത്തിയതാണ്. പിന്നീട്
പിന്നീട് അനീഷ ഐക്യദാർഢ്യ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കുറ്റാരോപിതർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ക്രൈംബ്രാഞ്ച് ചുമത്തുന്നത്. അതിനു മുമ്പ് ഒരു വെറും ആത്മഹത്യയായി ചിത്രീകരിക്കാനാണ് പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റും പോലീസും ശ്രമിച്ചിരുന്നത്. അപ്പൊ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ രീതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ സകലമാന തെളിവുകളും ഇല്ലായ്മ ചെയ്യും. നമുക്കറിയാം, ക്രൈംബ്രാഞ്ച് ഇതിൽ കുറ്റാരോപിതനായിട്ടുള്ള ശ്യാംകൃഷ്ണ എന്ന് പറയുന്ന APPയുടെ വീട് കോടതി ഉത്തരവ് പ്രകാരം പരിശോധനയ്ക്ക് എത്തിയ സമയത്ത് പ്രോസിക്യൂഷന്റെ തലവനായിട്ടുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ക്രൈംബ്രാഞ്ചുമായി നേരിട്ട് ഇടപെടുകയും വീട് പരിശോധന നടത്തുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു എൻക്വയറി വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ല, മറിച്ച് കുറ്റാരോപിതരെ രക്ഷിക്കുന്നതിന് വേണ്ടി, തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ക്രൈംബ്രാഞ്ച് എൻക്വയറി എന്ന് ഇതിനകം തന്നെ വെളിവായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവണമെങ്കിൽ കേസ് നിർബന്ധമായും CBI അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അനീഷയുടെ അമ്മ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് കേസ് പരിഗണിക്കുകയാണ്. അത് ആ കാര്യം കൂടെ അറിയിക്കുക. പ്രൊഫഷണലി വളരെ എക്സലന്റ് ആയ ഒരു APP ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി, ഐക്യദാർഢ്യ സമിതിക്ക് മനസ്സിലായത്. 39 വയസ്സേ ഉള്ളൂ. പക്ഷേ വളരെ കൃത്യമായി കേസുകൾ പഠിക്കുകയും പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട്, കക്ഷികൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ കേസ് പഠിപ്പിച്ച് അവരെ കോടതിയിൽ ഹാജരാക്കുന്നത് അങ്ങേയറ്റം 100% സത്യസന്ധത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരാൾക്കും പ്രഥമ ദൃഷ്ടിയ മനസ്സിലാവും. അനീഷ സ്ഥാപനത്തിൽ സ്വന്തം നീതി നടപ്പാക്കേണ്ടുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് അനീഷയ്ക്ക് നീതി കിട്ടാതെ ഒറ്റപ്പെടുത്തി കളയുകയാണ്. വളരെ ഗൂഢാലോചനപരമായിട്ടാണ് അനീഷയെ ഒറ്റപ്പെടുത്തിയത്. അങ്ങനെ നിരന്തരം ഒറ്റപ്പെടുത്തുകയും അനീഷയെ കുറ്റപ്പെടുത്തുകയും അനീഷയ്ക്ക് അവസാനം സ്വന്തം വണ്ടി പോലും ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തവണ്ണം ബാക്കിയുള്ള ആളുകൾ അനീഷയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന അത്തരം ഓരോ ദിവസവും അത്രയേറെ മാനസിക പ്രയാസം ഉണ്ടായിട്ടാണ് അനീഷ ആത്മഹത്യ ചെയ്തിരുന്നത്. പക്ഷേ ആത്മഹത്യ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അനീഷയുടെ ഭർത്താവിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. അദ്ദേഹം ജഡ്ജിയാണ്, മാവേലിക്കര കോടതിയിലെ ജഡ്ജിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട് പറയുകയും ചെയ്തതോടുകൂടിയാണ് ആ കുടുംബത്തിന് ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാതെയായത്. അപ്പോൾ ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാർഢ്യ സമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇന്ന് ആ കുടുംബം നിലനിൽക്കുന്നത് പോലും. അച്ഛൻ 85 വയസ്സ് പ്രായം കഴിഞ്ഞ വയോധികനാണ്. പക്ഷേ അദ്ദേഹം ഈ കേസിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറായി. അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ന് ഒപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ ഇതിന് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു മിടുക്കിയായ പെൺകുട്ടി, നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കണം, മിടുക്കരാവണം, സത്യസന്ധത വേണം, നീതി വേണം, ആത്മാർത്ഥത വേണം എന്നൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കുക. ഇതെല്ലാം പുലർത്തിയിരുന്ന ഒരു കുട്ടിയാണ് അനീഷ. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും ഒരു അവസരം നിഷേധിച്ചു എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അനീഷയ്ക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു നീതിയാണെന്ന് കൂടിയാണ് ഐക്യദാർഢ്യ സമിതി അതിനെ കാണുന്നത്. ആ നിലയിൽ തന്നെയാണ് അവരുടെ കുടുംബവും ഇതിനോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു പിന്തുണ തീർച്ചയായിട്ടും പറയാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടിരിക്കുന്ന ഒരു സംഘടിത ശക്തി, അത് ഏതുമാകട്ടെ, അത് ഓഫീഷ്യൽസ് ആകാം, മറ്റുള്ള ആകാം, മറ്റ് യൂണിയൻ നേതാക്കളാകാം, ഒരു സംഘടിത ശക്തി ഒരു വ്യക്തിക്ക് എതിരെ നിന്നുകൊണ്ട് നിയമവാഴ്ചയെ തകർക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒരു അനീഷ എന്നുള്ള വ്യക്തിക്ക് മാത്രമല്ല, ഈ സമൂഹത്തിന് തന്നെ ഈ പ്രവണത വളരെ ദോഷം ചെയ്യുന്നതാണ്. കാരണം ഇന്ന് അനീഷാണ്, നാളെ വേറൊരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത്, നമ്മൾ നിയമവാഴ്ച വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒറ്റപ്പെട്ട വ്യക്തികൾക്കെതിരെ സംഘടിത ശക്തികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായരായ കുടുംബമാണ്. ഒരു മകളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് വീണ്ടും അവരെ അധിക്ഷേപിക്കുകയും, ഇതെല്ലാം സംഘടിത ശക്തി കൊണ്ടാണ്, ഒരു യൂണിയന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണ് ഒരു വ്യക്തിക്കെതിരെ നിന്നുകൊണ്ട് ന്യായത്തിന് ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ അതൊരു ശരിയാണ്. ഇവിടെ ഒരു സംഘടിത ശക്തിയാണെന്നുള്ളത്, അതാണ് ഇവിടുന്ന് ഉന്മൂലനം ചെയ്യേണ്ടത്. അപ്പൊ ഈ കേസിലും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഈ വ്യക്തിക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയം നമ്മൾ കണ്ടെത്തിയെന്ന് പറയുന്നത്, ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽസിന്റെ മീറ്റിംഗ് വിളിച്ചതിന് ശേഷം ആ മീറ്റിംഗിൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്ത് വന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സഹിതം പറഞ്ഞുകൊണ്ടാണ് ഈ വനിതയെ അവഹേളിച്ചിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമായിട്ടോ മറ്റൊരു വ്യക്തിയായിട്ടോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്, നിയമപരമായിട്ട് തന്നെ. ഇത് ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥയും അതിന്റെ മേലധികാരിയും തമ്മിലുള്ള ഒരു കറസ്പോണ്ടൻസ് മാത്രമേ ഇതിനകത്ത് വരാൻ പാടുള്ളൂ നിയമപരമായിട്ട്. പക്ഷേ ഈ CR ഈ കോൺഫറൻസിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ വനിതയും കൂടെ അല്ലെങ്കിൽ അനീഷയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ഇത് വിഷയമാക്കുന്നതിന് വേണ്ടി അതിനു മുൻപ് 2-3 പേരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്തു. അനീഷയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ട് അവഹേളിച്ചതിന് ശേഷം അതവിടെ നിർത്തി എന്നുള്ളതാണ്. ഇതാണ് മാനസികമായിട്ട് ഒരു വിഷയം എന്ന് പറയുന്നത്. അത് വളരെ ഗുരുതരമാണ്. ഒരാളിനെ ഒരു പരസ്യമായിട്ട് അവഹേളിക്കുകയാണ്. ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ അവരെ അഡ്വൈസ് ചെയ്യുന്ന നടപടി മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ലീവിന്റെ ഡ്യൂട്ടി അസൈൻ ചെയ്ത കാര്യത്തിൽ അവിടെ വിവേചനം കാണിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല കേസിലും വിവേചനം കാണിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ട് ഇവരെ